അർജുൻ വിവാഹാലോചനയെക്കുറിച്ച് അറിയാൻ വിളിക്കുക. എസ് പിക്ക് ധ്വനിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഈ ആലോചന ഒഴിവാക്കണം. ഹലോ അർജുൻ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ ഇതാണ് മനസ്സുകൾ തമ്മിലുള്ള ഐക്യം. അങ്കിളുടെ മനസ്സറിഞ്ഞതുപോലെയായി എന്റെ വിളി അല്ലേ? അങ്കിൾ പറഞ്ഞ പോലെ ധ്വനിയുടെ വീട്ടില് ഞാൻ എല്ലാം സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആലോചനയുമായിട്ട് നിങ്ങൾ എന്നാ വരുന്നത് തീരുമാനിച്ചോ? അത് ധ്വനിക്ക് ഇത്തിരി മെച്യൂരിറ്റി കുറവുണ്ടോയെന്ന് എസ് പിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എസ് പിയുടെ കുടുംബക്കാർ വഴി മറ്റൊരു കുട്ടിയുടെ ആലോചന വന്നു. ആ പ്രപ്പോസലാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ അതങ്ങ് ഫോർവേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അയ്യോ അങ്ങളെ, ധ്വനി കാണുന്ന പോലൊന്നുമില്ല, ഭയങ്കര മെച്യൂരിറ്റിയാ. സാരി ഉടുത്താൽ ശരിക്കൊരു തള്ള വൈബാ. അമ്മച്ചി ലുക്ക്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ എന്നാ ഓക്കെ. അല്ല, അപ്പൊ ആ കല്യാണം മുടങ്ങാണെ വിളിക്കണേ. എന്നെ നിർത്തിക്കൊണ്ട് ബോഡി ഷേവിംഗ് ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അതെ, അങ്ങാടി തോറ്റാൻ എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ആ എസ് പി അങ്കിളുടെ മുമ്പില് നീ ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് മെഴുകി ഓവറാക്കി ചളവാക്കി. എടി, അതാ നിനക്ക് മെച്ചൂരിറ്റി ഇല്ലെന്ന് അവർക്ക് തോന്നിയത്. ഞാൻ വാരി വിതറിയ ക്യൂട്ട്നെസ്സിന് ഒരു കുഴപ്പമില്ലായിരുന്നു. നീ എന്നെ കുറിച്ച് കൊടുത്ത ബിൽഡപ്പുകൾ മോശമായതുകൊണ്ടാ അവരെന്നെ റിജക്ട് ചെയ്തത്. ഓഹോ, ഇപ്പൊ കുറ്റം എന്റെ തലയിലായോ? എടി, നീ ഒരു കിളി പോയ ഐറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. ആ, അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ച? ആർക്കാടാ കിളി പോയത്? എനിക്കോ? 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 എന്നെ പോലെ ഒരുത്തിയ മരുമോളെ കിട്ടണമെങ്കിലേ ആ ലെവലാതി എസ് പിയും അയാളുടെ വൃത്തിയുടെ കുടുംബക്കാരും തപസ്സിരിക്കണം. തപസ്. എന്നിട്ട് എന്താ അവര് റിജക്ട് ചെയ്തേ? എടി, നിനക്ക് സ്വപ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ ആ കുടുംബക്കാർക്കും അവരുടേതായ സ്വപ്നങ്ങൾ കാണും. അതിന് നീ മാച്ച് അല്ല. അതിന് ഞാൻ മാച്ച് അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മിക്കവാറും സ്വാമി ആയിരിക്കും എനിക്കിട്ട് പാര വെച്ചത്. എസ് പി എങ്ങളെ പറഞ്ഞു തിരിപ്പിച്ചത് അയാളായിരിക്കും. കൊള്ള സ്വാമി. എന്തായാലും മരത്തിൽ ആലോചന മുടങ്ങി. ഇനിയിപ്പൊ നമ്മൾ തമ്മിൽ വഴക്കിട്ടിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം കൊണ്ട് സെറ്റ് ഒരു കോടീശ്വരൻ ഒത്തു വന്നതായിരുന്നു. അത് തേഞ്ഞു. പ്രപ്പോസൽ വന്നിട്ടല്ലേ ഉള്ളൂ, കല്യാണം നടന്നിട്ടില്ലല്ലോ. കല്യാണം നടക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതിനു മുമ്പ് ആര്യനെ ഞാൻ അടിച്ചെടുക്കും. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഓഹോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാ? അതെ, കണ്ട നിമിഷം തന്നെ അവന്റെ കാശിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തും ആര്യനെ നിനക്ക് സെറ്റാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഡീൽ? ഡീൽ. തൽക്കാലവേ നമ്മൾ തേഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം എന്റെ വീട്ടിൽ അറിയണ്ട. ആര്യന്റെ ആലോചന വരും എന്ന് കരുതി തന്നെ അവരിരുന്നോട്ടെ. നീ പേടിക്കണ്ടെന്ന്, നമുക്ക് തള്ളി മറിക്കാന്നേ. വേണമെങ്കിൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കല്യാണാലോചന വരെ നടത്താം. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ ആളുണ്ടെന്നേ. ആ വിവാഹം നടത്തിയതുകൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ കരുതണ്ട. കീർത്തിമോൾക്ക് നല്ലൊരു ജീവിതം ഞാൻ തന്നെ ഉറപ്പുവരുത്തും. അതിനെനിക്ക് പറ്റും. ഞങ്ങളുമായിട്ട് സാറിനൊരു ബന്ധവുമില്ല. എന്നിട്ടും ന്യായമായൊരു കാര്യത്തിൽ ഇടപെട്ട് എന്റെ അനിയത്തിക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. ചില ബന്ധങ്ങള് ദൈവം തന്നെ വിളക്കി ചേർക്കുന്നതാ. മിഥുനിൽ നിന്നും രക്ഷപ്പെട്ട നീ എന്തിനാ എന്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ വന്നു വീണത്? ഏതോ ഒരു പെണ്ണെന്ന് കരുതി അവഗണിക്കാതെ ഞാൻ എന്തിനാ 1.5 മാസത്തോളം നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചത്? നാട്ടിലേക്ക് പോയ നിന്നെ തേടി ഞാനും സ്വാമിയും എന്തിനാ പിന്നാലെ വന്നത്?
എല്ലാത്തിനും ഒറ്റ ഉത്തരവേ ഉള്ളൂ. നീ വന്നു ചേരേണ്ടത് എന്നിലേക്ക് തന്നെയായിരുന്നു. സർ, സാറല്ല, നിന്റെ സാറല്ല ഞാൻ നിന്റെ ഒരു അച്ഛന്റെ സ്ഥാനത്താ. ചേച്ചി, SP, അമ്പലക്കടവ് ദേവീക്ഷേത്രത്തിൽ നാളെ രാവിലെ 10:30 മണിക്ക് കല്യാണം. ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാരോട് വരാൻ പറയണം. സ്വാമി, ആ, തൽക്കാലത്തേക്ക് ഇവർക്ക് താമസിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്യണം. ഓക്കെ. പിന്നെ 2 പേർക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ടി വരും. ശില്പമോൾക്ക് ഒരു മൊബൈൽ ഫോണും. അയ്യോ അതൊന്നും വേണ്ട സർ. സാറൊന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. സോറി സർ. അയ്യോ സോറി അങ്കിൾ. बेटा, सब कुछ खत्म हो गया. എല്ലാം തകർത്തളഞ്ഞല്ലോ ബേട്ട. ലുടുക്കുകളെ കാണുമ്പോ നിന്റെ ആവേശം കൂടുതലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ. നീ അത് കേട്ടില്ല. ഇക്കാര്യത്തിൽ തലയിടേണ്ട യാതൊരു ആവശ്യം അങ്കിളില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ അങ്കിളിന്റെ അനന്തരവനല്ലേ. ആ പരിഗണന പോലും തരാതെയാ അങ്കിൾ എന്നോട് പെരുമാറിയത്. പയ്യെ മാത്രം കുറ്റം പറയണ്ട. മൊറ്റിലടിക്കയുടെ പുറകെ പോകുമ്പോ ചൈത്ര ബേറ്റിയെ കുറിച്ചെങ്കിലും നീ ആലോചിക്കേണ്ടതായിരുന്നു. ഭയ്യയുടെ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു. അരേ ഭഗവാൻ, हमको पूरी संपत नष्ट हो गई बेटा. മമ്മി വിഷമിക്കണ്ട. ബുദ്ധിപൂർവ്വം കളിച്ച അങ്കിളിന്റെ സ്വത്തും ചൈത്രയും ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത് ചൈത്ര അറിയാതിരുന്നാൽ മാത്രം മതി.